അങ്ങനെ എല്ലാ ചാനലുകളിൽ, ഞാൻ ധാരാളം ചാനലുകളിൽ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെടുത്തി വന്നിരുന്നു. ഞങ്ങളുടെ 2 ചാനലിലും വീഡിയോസ് ചെയ്തിരുന്നു, മറ്റ് ചാനലുകളിൽ ഞാൻ വന്നിരുന്നു. എല്ലായിടത്തും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ ആദ്യം മുതലേ ഞാൻ പറയുന്നതാണ്, ഇത് ഇന്റർപോൾ വന്നേ ഈ കഥ തീരൂ. ഇപ്പൊ നോക്കൂ, ഓരോ ദിവസം കഴിയുന്തോറും ഇതിന്റെ രൂപം മാറുകയാണ്. 2019 പിന്നെ അതായത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ കഥകളൊക്കെ തുടങ്ങി എന്നാണ് ഇതുവരെ നമ്മൾ ഇന്നലെ വരെ കേട്ടത്. പക്ഷേ ഇന്ന് ഗോവർദ്ധൻ കോടതിയിൽ ഇന്നലെ കൊടുത്തിരിക്കുന്ന വിവരമനുസരിച്ച് 2009 ശബരിമലയിൽ ഒരുപാട് കൊള്ള നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ 56 പവന് വേണ്ടി 1 കോടി രൂപ ശബരിമലയിൽ അന്നദാനത്തിൽ കൊടുത്തിരിക്കുന്നു. ശബരിമല അയ്യപ്പന് സ്വർണ്ണമാല ഇടാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ഈ ഗോവർദ്ധനും ബെല്ലാരിയിലെയും അതുപോലെ സ്മാർട്ട് ക്രിയേഷനിലെയും ആളുകൾ ചെയ്തിരിക്കുന്നു. ഭണ്ഡാരിയും ഗോവർദ്ധനും കൂടി ഇതെല്ലാം ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്? ഞാൻ അവിടെ നിന്ന് സ്വർണം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പണം കൊടുത്തിട്ടുണ്ടെന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. എന്താണ് ശബരിമലയിൽ ശരിക്കും സംഭവിക്കുന്നത്? ഇവിടുത്തെ ഹിന്ദു സമൂഹം എവിടെയാണ്? ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, സംഘപരിവാർ സംഘടനകൾ, നിങ്ങൾ എവിടെയാണ്? 1950 ഇവിടെ ശബരിമല തീപിടിച്ചതിന് ശേഷം ഇന്ന് വരെ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ നിയമസഭ ആർക്കൈവിൽ ഉള്ളതിന് ശേഷം അതെടുത്ത് പൊതുജന സമക്ഷത്ത് ഒരു ചർച്ചയ്ക്കെങ്കിലും നിങ്ങൾ വയ്ക്കാത്തെന്താ? എവിടെയാണ് പേടി? നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? എന്താണ് നിങ്ങൾ RV ബാബു ഇന്നലെ ചോദിക്കുന്ന കണ്ടു, ഹിന്ദു ഐക്യവേദി RV ബാബു അറബിക്കടലിൽ പോയി ചാവണമെന്ന്. തീർച്ചയായിട്ടും അറബിക്കടലിൽ പോയി ചാടാൻ പറ്റുമെങ്കിൽ അതാണ് വളരെ നല്ലത്. ബാബുജി, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹിന്ദു സമാജത്തിന്റെ പുറത്ത് ഹിന്ദു ക്ഷേത്രത്തിൽ, അത് ഹിന്ദു ക്ഷേത്രമൊന്നും പറയാൻ കഴിയില്ല, അതൊരു മതേതര ക്ഷേത്രം എന്നാണ് മറ്റുള്ള എല്ലാവരും കൂടെ പറയുന്നത്. ആയിക്കോട്ടെ, അത് മതേതര ക്ഷേത്രമോ അത് ഹിന്ദു ക്ഷേത്രമോ, എന്തായാലും ഹിന്ദുക്കളാണല്ലോ ഭൂരിപക്ഷം അവിടെ പോകുന്നത്. ആ ഭൂരിപക്ഷം പോകുന്ന ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ ഇത്രയും കൊള്ള നടന്നിട്ട് തുടർച്ചയായി കൊള്ള നടക്കുകയാണ് ശബരിമലയിൽ. ആര് രക്ഷിക്കാനാണ്? ശരിക്കും പറഞ്ഞാൽ ശബരിമല ക്ഷേത്രം പന്തളം കൊട്ടാരത്തിന് അവകാശപ്പെട്ടതാണ് റെക്കോർഡിൽ. അതിനു മുമ്പേ മലയരന്മാരുടെ കഥയൊക്കെ ഉണ്ട്, പക്ഷെ റെക്കോർഡിൽ പന്തളം കൊട്ടാരം. കാര്യം ഇത് ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പണ്ട് കൊടുക്കുമ്പോൾ, അതായത് ദേവസ്വം ഡിപ്പാർട്ട്മെന്റിനാണ് ആദ്യം കൊടുത്തത്. ദേവസ്വം ഡിപ്പാർട്ട്മെന്റിന് തിരുവിതാംകൂർ 44 ക്ഷേത്രം കൈമാറുമ്പോൾ ഇത് ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ക്ഷേത്രമാണ്. ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ക്ഷേത്രത്തിൽ അങ്ങനെ അവകാശമില്ല. ലിസ്റ്റ് ചെയ്ത വേറെ കുറെ ക്ഷേത്രങ്ങളുണ്ട്, അതിനകത്തെ അവകാശമുള്ളൂ. പക്ഷെ എങ്കിലും ഒരു ഹുങ്ക് പിടിച്ച് അല്ലെങ്കിൽ ഒരു അധികാരം പിടിച്ച് ഗവൺമെന്റ് വെച്ചിരിക്കുകയാണ്. അവിശ്വാസികളായ ആൾ അവിടെ പോസ്റ്റ് കെ രാജു CPIയുടെ നോമിനി, അതേ വിശ്വാസിയാണോ? ഇവിടെ ഏതെങ്കിലും ഹിന്ദുക്കൾ ചോദ്യം ചെയ്യുന്നുണ്ടോ? ശബരിമലയിൽ പോയിട്ട് മന്ത്രി തൊഴാതെ നിൽക്കാൻ പറ്റും? എവിടെയെങ്കിലും പറ്റും? ഏതെങ്കിലും സ്ഥലത്ത് പറ്റുമോ? ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? എവിടെയാണ് ഹിന്ദു? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നമുക്കൊക്കെ പരിമിതിയുണ്ട്. ഞങ്ങൾക്കൊക്കെ വീഡിയോ ചെയ്യാനോ ഒരു പ്രഭാഷണം നടത്താനോ ചാനലിൽ പറയാനോ ഉള്ളതിന്, അല്ലെങ്കിൽ എഴുതുകയൊക്കെ ചെയ്യുന്നതിനപ്പുറം നമുക്കത് പറയാൻ പറ്റില്ല. ഇത് വർഗീയതയൊന്നുമല്ല. എന്ത് വർഗീയത? ഹിന്ദുവിന്റെ ഒരു ക്ഷേത്രം, ഇത്രയും വിശ്വപ്രസിദ്ധമായ ഒരു ക്ഷേത്രം സംരക്ഷിക്കണമെന്ന് പറയുന്നിടത്ത് എന്ത് വർഗീയത? എന്ത് ഹിന്ദുത്വം? ഒരു ഹിന്ദുത്വമില്ല, ഒരു വർഗീയതയുമില്ല. ആ ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ടത് ഹിന്ദുവിന് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ? അതെവിടെയാണ്? ഇത് ഇത്രയും മോഷ്ടിച്ചുകൊണ്ട് പോയതും ഹിന്ദുക്കളല്ലേ കൂടുതൽ, അല്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന കുടുംബങ്ങളാണ് എല്ലാവരും അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ വളരെ കഷ്ടമാണ്. ഇപ്പൊ അവസാനം ശബരിമലയിൽ നിന്ന് വന്നിരിക്കുന്ന വിഷയം 450 ഗ്രാം ഉള്ള സ്വർണം, ഒരു 56 പവൻ വരുന്ന സ്വർണം അടിച്ചു മാറ്റിയിട്ട് അതിന് 1 കോടി രൂപ അവിടെ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ കണക്ക് സെറ്റിൽ എന്ന് പറയുന്നത്. എന്റെ സംശയം ഈ ഗോവർദ്ധൻ അല്ലെങ്കിൽ ബെല്ലാരി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരും സകല പേരും 2009 മുതൽ ഇതുവരെയുള്ള സകല പേരും, അത് ശിവകുമാർ, പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളെല്ലാം ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ ഈ എല്ലാവരോടുമുള്ളൊരു ചോദ്യം, ശബരിമലയിലെ പൊന്നായതുകൊണ്ട് ഈ 1 കോടി രൂപ ശബരിമലയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 56 പവൻ സ്വർണം നിങ്ങൾ 56 കോടിയായിരിക്കത്തില്ല ഉണ്ടാക്കുന്നത്. അത്രമാത്രം രൂപ ഇതിന്റെ പേരിൽ ആ ജുവലർക്കാരും നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കും. ഇതൊരു വലിയ സ്വർണ്ണ കൊള്ളയാണ്. ഇത് വലിയ കൊള്ള സംഘം നടത്തിയ പരിപാടിയാണ്. ഇത് മോഷണമൊന്നുമല്ല. അത് ശബരിമലയിലെ പാളി എടുത്തുകൊണ്ട് പോയി ഒന്ന് പൂശാൻ കൊണ്ടുപോയപ്പോൾ കുറച്ച് സ്വർണ്ണം അതിൽ നിന്ന് ഉരുകി വീണതെടുത്ത് മാറ്റിയ കഥയല്ല ഇത്. ഇത് സംഘടിതമായ കൊള്ളയാണ്. അതിൽ ഭരണകൂടമുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, തന്ത്രി സമൂഹമുണ്ട്, സെലിബ്രിറ്റി സമൂഹമുണ്ട്. ആരോടാണ് ചോദിക്കാൻ? ഹിന്ദു സമൂഹമേ, ഉദ്ദിഷ്ടത, ജാഗ്രത. നിങ്ങൾ എവിടെയാണ് ഉറങ്ങുന്നത്? കടലിലാണോ കരയിലാണോ?